ഏഷ്യ കപ്പിൽ സഞ്ജുവിന് ബാറ്റിംഗിന് ഇറങ്ങാൻ പറ്റിയിടം ഓപ്പണിംഗ് തന്നെയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഓപ്പണിംഗ് ബാറ്ററായി ഇറങ്ങി വൈസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ തകർത്തടിച്ച മത്സരത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 4 വിക്കറ്റ് ജയം. കൊല്ലം സെയിലേഴ്സ് ഉയർത്തിയ 237 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 20-ാം ഓവറിൽ അവസാന പന്തിൽ കൊച്ചി എത്തി. 51 പന്തുകൾ നേരിട്ട സഞ്ജു 121 റൺസ് എടുത്താണ് തിളങ്ങിയത്. എന്നാൽ 18 പന്തിൽ 45 റൺസ് അടിച്ച മധ്യനിര താരം മുഹമ്മദ് ആഷിഖാണ് 20-ാം ഓവറിലെ അവസാന പന്ത് സിക്സർ തൂക്കി കൊച്ചിയെ വിജയത്തിലെത്തിച്ചത്. 28 പന്തുകൾ നേരിട്ട മുഹമ്മദ് ഷാനു 39 റൺസ് എടുത്തു. സീസണിൽ തുടർച്ചയായ കൊച്ചിയുടെ 3-ാം ജയമാണിത്. ഒരു ഭാഗത്ത് വിക്കറ്റുകൾ തുടർച്ചയായി വീഴുന്നപ്പോഴും സഞ്ജു സാംസന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കൊച്ചിക്ക് കരുത്തായത്. വിനൂപ് മനോഹറിനോടൊപ്പം ഓപ്പണിംഗ് ഇറങ്ങിയ സഞ്ജു ആദ്യ പന്ത് തന്നെ 4 അടിച്ചാണ് തുടങ്ങിയത്. 16 പന്തുകളിൽ നിന്നാണ് സഞ്ജു അർദ്ധ സെഞ്ചുറിയിലെത്തിയത്. ആദ്യ 10 ഓവറുകൾ പിന്നിട്ടപ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 139 റൺസ് എന്ന നിലയിലായിരുന്നു കൊച്ചി. 42 പന്തുകളിൽ നിന്ന് 5 സിക്സും 13 ഫോറും അടിച്ചുകൂട്ടി സഞ്ജു സെഞ്ചുറിയിലെത്തി. KCL ഈ സീസണിലെ 2-ാം സെഞ്ചുറിയാണിത്. അവസാന 12 പന്തിൽ 32 റൺസ് ആയിരുന്നു കൊച്ചിക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ സഞ്ജുവിന് കൊച്ചിയെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ല. 19-ാം ഓവറിലെ ആദ്യ പന്തിൽ സഞ്ജുവിനെ ബോൾഡാക്കി അജയ് ഘോഷ് കൊല്ലത്തെ മത്സരത്തിലേക്ക് തിരിച്ചെത്തിച്ചു. ഇതേ ഓവറിൽ മുഹമ്മദ് ആഷിഖും ആൽഫി ഫ്രാൻസിസും അജയ് ഘോഷിനെ ഓരോ 6 വീതം തൂക്കിയത് കൊച്ചിക്ക് പ്രതീക്ഷ നൽകി. വിജയിക്കാൻ ഒരു ബോളിൽ 6 റൺസ് വേണ്ടപ്പോൾ ഷറഫുദ്ദീന്റെ പന്ത് ലോങ് ഓണിലേക്ക് 6 പറത്തിയാണ് മുഹമ്മദ് ആഷിഖ് കൊച്ചിയുടെ വിജയം ആഘോഷിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത കൊല്ലം സെയിലേഴ്സ് 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 236 റൺസാണ് എടുത്തത്. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെയും വിഷ്ണു വിനോദിന്റെയും തകർപ്പൻ ബാറ്റിംഗ് ആണ് കൊല്ലത്തെ സീസണിലെ ഏറ്റവും ഉയർന്ന സ്കോർ സമ്മാനിച്ചത്. ചാമ്പ്യന്മാരുടെ ബാറ്റിംഗ് സർവാധിപത്യം കണ്ട മത്സരത്തിൽ കാണികൾക്ക് ബാറ്റിംഗ് വിരുന്നൊരുക്കി സച്ചിൻ ബേബിയും വിഷ്ണു വിനോദും നിറഞ്ഞാടി. ആദ്യ 2 മത്സരങ്ങളിലും തങ്ങളുടെ പതിവ് ഫോമിൽ ഉയരാൻ കഴിയാതിരുന്ന ഇരുവർക്കും നേരിയ വ്യത്യാസത്തിലാണ് സെഞ്ചുറി നഷ്ടമായത്. 44 പന്തുകളിൽ നിന്ന് 6 ഫോറും 6 സിക്സും അടക്കം സച്ചിൻ 91 റൺസ് നേടിയപ്പോൾ 41 പന്തിൽ 3 ഫോറും 9 സിക്സും അടക്കം 94 റൺസാണ് വിഷ്ണു വിനോദ് നേടിയത്. കൊച്ചിക്ക് വേണ്ടി PS ചെറിൻ 2 വിക്കറ്റും സാലി സാംസണും KM ആസിഫും ആഷിഖും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി.